2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇത്തവണ ആരാവും മികച്ച നടനെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മമ്മൂട്ടി, ആസിഫ് അലി, വിജയരാഘവൻ, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ടൊവിനോ എന്നിങ്ങനെ നിരവധി പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ഭ്രമയുഗത്തിലെ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി ഇത്തവണയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 2022 മമ്മൂട്ടിക്കായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം. 2023-24 വർഷങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും പുരസ്കാരം ലഭിച്ചിരുന്നില്ല. മമ്മൂട്ടിക്കൊപ്പം ഇത്തവണ ആസിഫ് അലിയും മികച്ച നടനുള്ള സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ട്. തലവൻ, അഡിയോസ് അമിഗോ, ലെവൽ ക്രോസ്, കിഷ്കിന്ദ കാണ്ഡം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിനായിരിക്കും ആസിഫ് അലിയെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് പരിഗണിക്കുക. 4 ചിത്രങ്ങളിലും ശ്രദ്ധേയ പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചത്. ഇതിനു മുൻപ് 2018 കാറ്റ് എന്ന ചിത്രത്തിനും 2019 കെട്ടിയോളാണെന്റെ മാലാഖയിലെ പ്രകടനത്തിനും ആസിഫ് മികച്ച നടനാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവാർഡ് ലഭിച്ചില്ല. ആസിഫ് അലിക്കൊപ്പം കിഷ്കിന്ദ കാണ്ഡത്തിലെ പ്രകടനത്തിലൂടെയാണ് വിജയരാഘവനും സാധ്യതാ പട്ടികയിലുള്ളത്. മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിലൂടെ മോഹൻലാലും, ആവേശം സിനിമയിലൂടെ ഫഹദും, അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ ടൊവിനോയും മത്സര രംഗത്തുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.